ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റോടെ ഭക്തസമൂഹം ഞെട്ടലിൽ. കണ്ഠര മോഹനരുടെ അനാശാസ്യ കേസും കണ്ഠര രാജീവരുടെ സ്വർണ്ണപ്പാളി കേസും താഴമൺ കുടുംബത്തിന്റെ കീർത്തി തകർക്കുന്നു. തന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം. തന്ത്രിക്കെതിരായ നീക്കം സർക്കാരിന്റെ ഗൂഢാലോചനയെന്ന് BJP. തന്ത്രിക്ക് പിന്തുണയുമായി BJP നേതാക്കൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ തന്ത്രി കണ്ഠര രാജീവര് കൂടി അറസ്റ്റിലായതോടെ പ്രമുഖരായ താഴമൺ കുടുംബത്തിനോടുള്ള വിശ്വാസ്യത കൂടിയാണ് ഭക്തസമൂഹത്തിന് നഷ്ടമാകുന്നത്. ശബരിമല അയ്യപ്പന്റെ പിതൃതുല്യ സ്ഥാനമാണ് തന്ത്രിക്കുള്ളത്. അത്തരമൊരു തന്ത്രി സ്വർണ്ണക്കള്ളന്മാർക്ക് കൂട്ടുനിന്നുവെന്ന ആരോപണം ഉൾക്കൊള്ളാനാവാത്ത മാനസികാവസ്ഥയിലാണ് ഭക്തജന സമൂഹം ഇപ്പോൾ. രാഷ്ട്രീയ ലാഭത്തിനായും ചില നേതാക്കളെ രക്ഷിക്കാനായും തന്ത്രിയെ കേസിൽ കുടുക്കിയെന്ന ദുർബലവാദമൊക്കെ ചില ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നുണ്ടെങ്കിലും അതൊന്നും എവിടെയും എത്തുന്നതേയില്ല. കാരണം അത്യധികം ശക്തമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതിനാലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യാനും നീതിപീഠം അനുവാദം നൽകിയത്. സ്വർണ്ണ കവർച്ചയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരരും തമ്മിലുള്ള ബന്ധത്തിൽ ഒട്ടേറെ ദുരൂഹതകളാണുള്ളത്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൽ തന്ത്രിക്ക് വലിയ പങ്കുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന N. വാസുവും A. പത്മകുമാറും നൽകിയ മൊഴികളിലുള്ളത്. പോറ്റിയും തന്ത്രിയും തമ്മിൽ വലിയ പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്നും അതീവ സമ്പന്നരായ ഭക്തർക്ക് തന്ത്രിയെ നേരിട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നുവെന്നും SIT കണ്ടെത്തിയിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളകളിലെയും സ്വർണം കടത്താൻ പോറ്റിയെ സഹായിച്ചതും തന്ത്രിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2019 സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് അനുവദിച്ചത് തന്ത്രിയുടെ അനുമതിയെ തുടർന്നാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണം പൂശിയ പാളികൾ ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നും SIT പറയുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ഭക്തിയാദരവുകളോടെയാണ് തന്ത്രി കുടുംബങ്ങളെ വീക്ഷിച്ചിരുന്നത്. ശബരിമലയിലെ ദൈവഹിതം നേരിട്ടറിയുന്ന വ്യക്തികൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡും ഇവർക്ക് വലിയ അംഗീകാരവും സ്വീകാര്യതയുമാണ് നൽകി വന്നിരുന്നത്. ഇതിനെല്ലാം ഇടിവ് തട്ടി തുടങ്ങിയത് തന്ത്രി കണ്ഠര മോഹനര് അനാശാസ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദത്തിൽ കുടുങ്ങിയപ്പോഴാണ്. 2006 വനിതാ ഗുണ്ടയെന്ന കുപ്രസിദ്ധി ആർജിച്ച ശോഭ ജോണുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിലൂടെയാണ് തന്ത്രിയുടെ ആധ്യാത്മിക പരിവേഷത്തിന് തിരിച്ചടിയായത്. ലൈംഗിക ഭീഷണി മുഴക്കി ശോഭ ജോണും കൂട്ടാളി ബെച്ചു റഹ്മാനും ചേർന്ന് തന്ത്രിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തുവെന്നതായിരുന്നു കേസ്. ഇതിനെ തുടർന്നാണ് ശോഭ ജോൺ ജയിലിലായത്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റി കണ്ഠര മോഹനരിൽ നിന്നും മൊഴിയെടുത്തപ്പോൾ സംസ്കൃതമോ വേദമോ പ്രധാന പൂജാവിധികളോ അറിയില്ലെന്ന് തന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇതിനെല്ലാം ശേഷം മോഹനര് പൊതുരംഗത്ത് വേണ്ടത്ര സജീവമായിരുന്നില്ല. തന്ത്രി മോഹനര് വ്യക്തിപരമായ കുറ്റമാണ് ചെയ്തതെങ്കിൽ കണ്ഠര രാജീവർക്കെതിരെ അതീവ ഗുരുതരമായ കുറ്റമാണ് ഉയർന്നിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിക്ക് ഒത്താശ ചെയ്തുവെന്ന ആരോപണം അതീവ ഗുരുതരമാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കുടുംബത്തിന്റെ പങ്ക് പുറം ലോകത്തെത്തിയതോടെ രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന ഭീതിയിലാണ് BJP നേതൃത്വം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയതാരപ്പ എന്ന വിധത്തിൽ CPM-നെ UDF-ഉം NDA-യും ഒരുപോലെ കടന്നാക്രമിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ചെലവാകില്ലെന്ന് മാത്രമല്ല അത് തിരിച്ചടിക്കുമെന്നും ഇവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തന്ത്രി കുടുംബത്തെ സർക്കാർ വേട്ടയാടുന്നുവെന്ന പ്രചരണവുമായി BJP നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി കണ്ഠര രാജീവരുടെ വീട് സന്ദർശിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ, BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ, BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരൊക്കെ തന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം മറയ്ക്കാൻ CPM കണ്ടെത്തിയ മറുമരുന്നാണ് തന്ത്രിക്കെതിരായ കേസ് എന്നാണ് ഇവരുടെ വാദം. തന്ത്രി കണ്ഠര രാജീവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിയമവഴിയിൽ അത് തെളിയിക്കുകയാണ് വേണ്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ അത്ര വേഗം അവഗണിക്കാൻ കഴിയുന്നതല്ല. എന്തുതന്നെയായാലും തന്ത്രി കുടുംബത്തോട് ഭക്തസമൂഹത്തിനുണ്ടായിരുന്ന ആദരവിൽ വളരെയധികം ഇടിവുകൾ സംഭവിച്ചു കഴിഞ്ഞു എന്നത് പറയാതെ വയ്യ.